നാളെ ന്യൂ ഇയർ ആണ്. നമ്മൾ 2 വർഷം മുമ്പ് ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ട്രക്ക് സംഘടിപ്പിച്ചിരുന്നു. അതായത് പൂഞ്ഞാർ അടിവാരത്ത് നിന്നും കോട്ടത്താവളം വഴി കയറി വാഗമൺ മുട്ടക്കുന്നിൽ പോയി ടെൻ്റ് അടിച്ച് താമസിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാനായിരുന്നു നമ്മുടെ ശ്രമം. പക്ഷേ അന്ന് കുറച്ച് അംഗങ്ങൾ വരാൻ താമസിച്ചത് മൂലം നമുക്ക് രാത്രിയായി കോട്ടത്താവളത്തേക്കുള്ള വഴി തെറ്റിയിരുന്നു. പിന്നെ വളരെ ബുദ്ധിമുട്ടി രാത്രി 11 മണിയോടുകൂടി വാഗമണിലെത്തി അവിടെ ടെൻ്റ് ചെയ്തിരുന്നു. അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി കോട്ടത്താവളം വന്ന് കാണണമെന്നുള്ളത്. പല കാലാവസ്ഥയിലും പല രൂപങ്ങളുള്ളൊരു സ്ഥലമാണ് കോട്ടത്താവളം. ആ കോട്ടത്താവളത്തിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ 2-3 വർഷമായി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിരുന്ന സ്ഥലമാണ് കോട്ടത്താവളം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട അടിവാരത്തു നിന്നുമാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. കോവിഡിനെ തുടർന്ന് യാത്രകളെല്ലാം സ്വകാര്യമായി മാറിയതിനെ തുടർന്ന് എൻ്റെ കൂടെ സ്ഥിരമുള്ള ഗോവൻ ചേട്ടനും ഫാസിലും ദാസിയേട്ടനുമൊക്കെയായിരുന്നു ഈ യാത്രയിലും കൂടെയുള്ളത്. പൂഞ്ഞാർ അടിവാരത്തു നിന്നും അമ്പലം റോഡിലൂടെ മുന്നോട്ട് നീങ്ങി ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചു. 3 കിലോമീറ്ററിലധികം കാട്ടിലൂടെ നടന്നു വേണം കോട്ടത്താവളത്തെ എത്തിച്ചേരുവാൻ. ട്രെക്കിംഗ് ആരംഭിച്ച് 1 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ അങ്ങ് ദൂരെയായി കോട്ടത്താവളം വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി. ഒരുപക്ഷെ മഴക്കാലമായിരുന്നെങ്കിൽ ഇവിടെ വച്ച് തന്നെ ഞങ്ങളുടെ യാത്ര ധന്യമായി തീർന്നേനെ. ഒറ്റയടി പാതയിലൂടെ നടക്കുമ്പോൾ ഇടതുഭാഗത്തായിട്ടാണ് കോട്ടത്താവളം കാണുന്നത്. എന്നാൽ വഴി പോകുന്നത് വലതുവശത്തേക്കും. ഇടയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായി. സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ വഴി തെറ്റി വീണ്ടും തിരിച്ചു നടന്ന് പഴയ വഴിയിലൂടെ നടന്നു. ഒരു വശത്ത് അഗാധമായ കൊക്കയാണ്. കാലം തെറ്റിയാൽ എല്ലാം തീരും. എങ്കിലും വീഡിയോ എടുപ്പ് നിർത്തിയില്ല. മലമുകളിലെത്തിയപ്പോൾ കോട്ടത്താവളത്തിലേക്ക് പുറപ്പെട്ട മറ്റൊരു സംഘത്തെയും ഞങ്ങൾ കണ്ടുമുട്ടി. മലയുടെ മുകളിൽ സമതലമെത്തിയപ്പോൾ ഇടതുഭാഗത്തായി ദൂരെ കോട്ടത്താവളത്തിൻ്റെ ദൃശ്യഭംഗി കണ്ടു തുടങ്ങി. ഇതുവഴി നേരെ ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ വാഗമണിലെത്തിച്ചേരും. ദൂരെ കുരിശുമലയുടെ കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ കോട്ടത്താവളം ലക്ഷ്യമാക്കി ഇടത്ത് സൈഡിലേക്ക് ഇറങ്ങി.
മലനിരകൾക്കിടയിൽ പ്രകൃതി തീർത്തൊരു അത്ഭുതമാണ് കോട്ടത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ. കോട്ടയം ജില്ലയിലെ വിവിധ മലനിരകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച മറ്റൊരു സ്ഥലം കണ്ടിട്ടില്ല. ഇവിടെയുള്ള ചെറിയ അരുവികൾക്ക് പോലും അത്രത്തോളം ഭംഗിയാണ്. കണ്ണെത്താ ദൂരത്തോളമുള്ള മലയുടെ മുകളിൽ പ്രകൃതി തീർത്തൊരു സ്വിമ്മിംഗ് പൂളായിട്ട് വേണമെങ്കിലും നമുക്ക് കോട്ടത്താവളത്തെ കരുതാം. ഏതൊരു കാലാവസ്ഥയിലും സഞ്ചാരികൾക്ക് മുന്നിൽ ദൃശ്യഭംഗി നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ് കോട്ടത്താവളം. മഴക്കാലത്ത് നല്ലൊരു വെള്ളച്ചാട്ടം, എന്നാൽ വേനൽക്കാലത്ത് ഇവ പകർന്നു നൽകുന്നത് മറ്റൊരു ദൃശ്യഭംഗിയാണ്. കോട്ടത്താവളത്ത് നിന്ന് നോക്കുമ്പോഴുള്ള വാഗമൺ കുരിശുമലയുടെയും ഇല്ലിക്കക്കല്ലിൻ്റെയും മുതുകോരമലയുടെയും എല്ലാം കാഴ്ചകൾ നമ്മുടെ കണ്ണിന് ആനന്ദം പകരും.